ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ കൂരിരുട്ടുള്ള ഒരു വലിയ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ടോർച്ചിലെ വെളിച്ചം പെട്ടെന്ന് അണഞ്ഞുപോയി. അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയായിരിക്കും. അതെ, ആ നിമിഷം മുതൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം പൂർണ്ണമായും മാറുകയാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസോ നിങ്ങളുടെ ഡിഗ്രിയോ അവിടെ നിങ്ങളെ സഹായിക്കില്ല. ചുറ്റും കേൾക്കുന്ന ഓരോ ചെറിയ ശബ്ദവും, എന്താ പറയാ, ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന അനക്കം പോലും നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തും. തീർച്ചയായും. ആ ഇരുട്ടിൽ എന്തൊക്കെയുണ്ട്, എവിടെ നിന്നാണ് അപകടം വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. കൃത്യം. ആ ഒരു നിമിഷത്തിൽ, ആ ഭയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? സംശയമില്ല, അത് വെളിച്ചം തന്നെയായിരിക്കും. ആ കാടിന്റെ ഭയാനകമായ ഇരുട്ടിനെ വകഞ്ഞുമാറ്റിവരുന്ന പ്രഭാതത്തിന്റെ ആദ്യത്തെ കിരണം. അതെ അതെ. മനുഷ്യൻ എക്കാലത്തും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമാണിത്. കാരണം ആ വെളിച്ചം വരുമ്പോൾ ഭയമില്ലാതാകുന്നു. നമുക്ക് ചുറ്റുമുള്ളതിനെ വീണ്ടും നിയന്ത്രിക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ടാവുന്നു, അല്ലേ? ശരിയാണ്. ആ കാട്ടിൽ നിൽക്കുമ്പോൾ പ്രഭാതത്തിനായി കാത്തിരിക്കുന്ന ആ മാനസികാവസ്ഥയില്ലേ, അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിന്റെ കാതൽ. എപ്പോഴും പുതിയ അറിവുകൾ തേടുകയും പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദി ലേണർ ആയ നിങ്ങൾ ഓരോരുത്തരെയും ഇന്നത്തെ ഈ സവിശേഷമായ ആശയയാത്രയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വളരെ കൗതുകകരമായ ഒന്നാണ്. അതെ, UXQuran.com എന്ന സ്രോതസ്സിൽ നിന്നുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാഠഭാഗമാണിത്. സൂറ അൽ ഫലക്, അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ അഭയസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന ഇതിലെ വെറും 5 ചെറിയ വാക്യങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. കേവലം 5 വരികൾ. വെറും 5 വരികൾ. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ 5 വരികൾ എങ്ങനെയാണ് ഏറ്റവും വലിയ പ്രപഞ്ചസത്യങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ഭയങ്ങളിലൂടെ കടന്ന് ഒടുവിൽ മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിലേക്ക് ഒരു മനഃശാസ്ത്രപരമായ യാത്ര നടത്തുന്നത് എന്നത് ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തും. അതെ, ആദ്യ നോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നുന്ന വരികളാണിവ. പക്ഷേ ഇതിലൊളിഞ്ഞിരിക്കുന്ന, എന്താ പറയാ, ആ തത്വശാസ്ത്രം വളരെ വലുതാണ്. മനുഷ്യൻ നേരിടുന്ന ഭയങ്ങളെയും ലോകത്തിലെ തിന്മകളെയും ഇതെങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്നത് തികച്ചും ശാസ്ത്രീയമായൊരു സമീപനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണ്. ബാഹ്യമായ വലിയ കാര്യങ്ങളിൽ തുടങ്ങി മനുഷ്യന്റെ ഉള്ളിലെ ഏറ്റവും സൂക്ഷ്മമായ വികാരങ്ങളിലേക്ക് ഈ വരികൾ സഞ്ചരിക്കുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ വരികളിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ 2 വരികൾ ഇങ്ങനെയാണ് പറയുന്നത്: പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ അഭയം തേടുന്നു, അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാട്ടിലെ ഉദാഹരണം തന്നെ എടുക്കാം. ഇരുട്ടിനെ ഭയക്കുമ്പോൾ പ്രഭാതത്തെ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ എനിക്കിവിടെ ഒരു ചെറിയ സംശയമുണ്ട്. നമ്മൾ എന്തിൽ നിന്നാണ് ഒളിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മെ ഭയപ്പെടുത്തുന്നത് എന്ന് പറയുന്നതിന് മുൻപ് തന്നെ എന്തിനാണ് പ്രഭാതത്തെക്കുറിച്ച് ആദ്യം തന്നെ പരാമർശിച്ചിരിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. അതായത് ആദ്യം പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് പോരെ പരിഹാരം തേടുന്നത്? അതല്ലേ അതിന്റെ ഒരു ലോജിക്? ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, ഈ വാചകഘടന മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ്. ഭയത്തിന്റെ പിടിയിലായിരിക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന നിങ്ങളോട് ആദ്യം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുകയല്ല വേണ്ടത്. അപ്പൊ അത് കൂടുതൽ പേടിപ്പിക്കും. ആദ്യം തന്നെ പ്രതീക്ഷയുടെ ഒരു ചിത്രം നൽകുകയാണ്. പ്രഭാതം എന്നത് കേവലം സൂര്യനുദിക്കുന്ന ഭൗതികമായ ഒരു പ്രക്രിയ മാത്രമല്ല, അത് പ്രതീക്ഷയാണ്, ഒരു പുതിയ തുടക്കമാണ്. പുതിയ തുടക്കം. ഇരുട്ട് എത്ര കടുത്തതാണെങ്കിലും പ്രഭാതം വരിക തന്നെ ചെയ്യും എന്ന അനിവാര്യതയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഏതൊരു തിന്മയെയും നേരിടുന്നതിന് മുൻപായി ആ സംരക്ഷണത്തിന്റെ അടിത്തറ ഉറപ്പിക്കുകയാണ് ആദ്യ വരി ചെയ്യുന്നത്. അതായത് പ്രശ്നങ്ങളുടെ ലിസ്റ്റ് നിരത്തുന്നതിന് മുൻപ് തന്നെ പേടിക്കണ്ട, ഇതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണല്ലേ? അതൊരു വളരെ നല്ല പോയിന്റാണ്. അതെ. എന്നാൽ രണ്ടാമത്തെ വരിയിൽ ഒരു വിരോധാഭാസമുള്ളതായി എനിക്ക് തോന്നുന്നു. അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന് എന്ന് പറയുമ്പോൾ സ്രഷ്ടാവ് തന്നെയാണ് പ്രഭാതത്തിന്റെ നാഥൻ. എന്നാൽ അതേ സൃഷ്ടാവിന്റെ സൃഷ്ടികളിൽ നിന്ന് തന്നെയല്ലേ നമ്മൾ അഭയം തേടുന്നത്? ശരിയാണ്. അതായത് ഈ ലോകത്തുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടതാണ്, അതിൽ തന്നെ തിന്മകളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നല്ലേ ഇതിനർത്ഥം? തീർച്ചയായും. ലോകത്ത് തിന്മകളില്ല, എല്ലാം ശുഭകരമാണ് എന്ന് കണ്ണടച്ചിരുട്ടാക്കുന്നൊരു ഫിലോസഫിയല്ല ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. സൃഷ്ടിയിൽ ഗുണപരവും നിഷേധാത്മകവുമായ കാര്യങ്ങളുണ്ട് എന്നീ വരികൾ വളരെ റിയലിസ്റ്റിക്കായി അംഗീകരിക്കുന്നു. റിയലിസ്റ്റിക്കാണ്. ഇതിനെ ഒരു പ്രായോഗിക തലത്തിൽ ചിന്തിച്ചു നോക്കൂ.
തീ എന്നത് ഒരു സൃഷ്ടിയാണ്. അതുപയോഗിച്ച് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം, വെളിച്ചമുണ്ടാക്കാം. എന്നാൽ അതേ തീക്ക് നമ്മുടെ വീട് ചുട്ടരിക്കാനും കഴിയും. അതെ, വെള്ളത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. വെള്ളം ജീവൻ നിലനിർത്തുന്നു, എന്നാൽ പ്രളയമായി വന്ന് ജീവനെടുക്കാനും വെള്ളത്തിന് കഴിയും. കൃത്യമായി പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഇരുണ്ട വശങ്ങളുണ്ട്. ആ ഇരുണ്ട വശങ്ങളിൽ നിന്നുള്ള, അല്ലെങ്കിൽ ആ പൊതുവായ തിന്മകളിൽ നിന്നുള്ള സംരക്ഷണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ആ, അത് വളരെ വ്യക്തമായ ഒരു വിശദീകരണമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് പ്രപഞ്ചത്തിലുള്ള പൊതുവായ തിന്മകളെക്കുറിച്ചാണ്. എന്നാൽ മൂന്നാമത്തെ വരിയിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. ആ വരി ഇതാണ്: ഇരുട്ട് വ്യാപിക്കുമ്പോഴുള്ള അതിന്റെ തിന്മയിൽ നിന്ന്. നമ്മൾ ആദ്യം സംസാരിച്ച പ്രഭാതമെന്ന ആശയത്തിന് നേരെ വിപരീതമായ അവസ്ഥ. മനുഷ്യർക്ക് ഇരുട്ടിനോടുള്ള സഹജമായ ഭയം. പക്ഷേ എനിക്കിവിടെ തോന്നുന്നൊരു കാര്യം, വെറുമൊരു ഭൗതികമായ രാത്രിയെ മാത്രമാണോ ഇവിടെ ഇരുട്ടെന്ന് വിളിക്കുന്നത്? അതായത് പകൽ കഴിഞ്ഞു വരുന്ന രാത്രിയെ. അതെ, കാരണം നമ്മളെല്ലാവരും രാത്രിയെ ഇഷ്ടപ്പെടുന്നവരാണ്. ഉറങ്ങാനും വിശ്രമിക്കാനും നമ്മൾ കാത്തിരിക്കുന്നത് രാത്രിക്ക് വേണ്ടിയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇരുട്ടിനെ ഒരു തിന്മയായി, ഭയക്കേണ്ട ഒന്നായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇവിടെ ഇരുട്ടെന്നത് കേവലം സൂര്യൻ അസ്തമിക്കുന്നതിനെയല്ല സൂചിപ്പിക്കുന്നത്. അതൊരവസ്ഥയാണ്. അത് അജ്ഞാതത്വത്തിന്റെ, അതായത് ദി അൺനോൺ എന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. ഓ, അജ്ഞാതമായ കാര്യങ്ങൾ. അതെ. ശാസ്ത്രീയമായി പറഞ്ഞാൽ, പകൽ വെളിച്ചത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കാണാനും നമ്മുടെ തലച്ചോറിന് ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും കഴിയും. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നമുക്കൊരു നിയന്ത്രണമുണ്ട്. ശരിയാണ്. എന്നാൽ ഇരുട്ട് വ്യാപിക്കുമ്പോൾ നമ്മുടെ ഈ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. നമ്മുടെ തലച്ചോറിന് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. അവിടെയാണ് ഭയം ജനിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇരുട്ടിനെയല്ല ഭയക്കുന്നത്, ആ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെയാണ്. അതായത് ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം പോലെയുള്ള കാര്യങ്ങൾ. കാരണം പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, ഇനി എന്ത് സംഭവിക്കുമെന്നറിയാത്ത സാഹചര്യങ്ങളാണല്ലോ. തീർച്ചയായും. ഉദാഹരണത്തിന്, ഒരു മെഡിക്കൽ ടെസ്റ്റിന്റെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന സമയം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്നൊരു സാമ്പത്തിക തകർച്ച. ഇതൊക്കെ ഒരു തരം ഇരുട്ടാണല്ലേ? അതെ, കൃത്യമായി അതാണ്. അജ്ഞാതത്വമാണ് മനുഷ്യനെ ശാരീരികമായും മാനസികമായും ഏറ്റവും കൂടുതൽ ദുർബലരാക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു ശത്രുവിനെയോ ഒരു പ്രശ്നത്തെയോ നിങ്ങൾക്ക് നേരിടാം. എന്നാൽ എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാത്ത അവസ്ഥ വളരെ ഭയാനകമാണ്. ശരിയാണ്. നമ്മൾ പലതും ഇല്ലാത്തത് സങ്കൽപ്പിക്കും. അതെ, നമ്മുടെ സങ്കല്പങ്ങൾ അവിടെ കാടുകയറും. ഇരുട്ടെപ്പോഴും നമ്മുടെ ചിന്തകളെ ഹൈപ്പർ ആക്റ്റീവാക്കും. ഇല്ലാത്ത പ്രശ്നങ്ങളെപ്പോലും നമ്മൾ സങ്കൽപ്പിച്ചു ഭയക്കാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം കേട്ട പ്രഭാതം എന്ന ആശയത്തിന്റെ പ്രാധാന്യം ഈ ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യക്തമാകുന്നതെന്ന് പറയുന്നത്. വെളിച്ചത്തിന് മാത്രമേ അജ്ഞാതത്വത്തിന്റെ ഈ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ അജ്ഞാതമായ ഭയങ്ങൾ പലപ്പോഴും ചുറ്റുപാടുകളിൽ നിന്നാണ് വരുന്നത്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മെ പൊതിയുന്ന ഒരന്തരീക്ഷം. ശരിയാണ്. ആ അജ്ഞാതമായ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രഭാതമല്ലാതെ വേറെ വഴിയില്ല. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. ശ്രദ്ധിക്കുക, 4-ാമത്തെ വരി പറയുന്നത് ഇങ്ങനെയാണ്: കെട്ടുകളിൽ ഊതുന്നവരുടെ തിന്മയിൽ നിന്ന്. ഒരു നിമിഷം നിൽക്കൂ. കെട്ടുകളിൽ ഊതുക എന്നോ? ഇതൊരു പഴയകാലത്തെ മന്ത്രവാദ രീതിയാണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തോന്നാം. അല്ലെങ്കിൽ നമ്മൾ ഹോളിവുഡ് ഫാന്റസി സിനിമകളിൽ കാണുന്ന വൂഡു ഡോൾ പോലെയുള്ള എന്തോ ഒന്ന്. ഇന്നത്തെ കാലത്ത് 2026-ൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് ഇത് കേൾക്കുമ്പോൾ തീർത്തും അവിശ്വസനീയമായൊരു കാര്യമായി തോന്നില്ലേ? ഇതിന് ഇന്നത്തെ സമൂഹത്തിൽ, നമ്മുടെ ഈ ആധുനിക ജീവിതത്തിൽ എന്താണ് പ്രസക്തി? എന്തിനാണ് നമ്മൾ ഇതിനെ ഭയക്കേണ്ടത്? ഇതൊരു വളരെ സ്വാഭാവികമായ സംശയമാണ്. നമ്മൾ ഇതിന്റെ അക്ഷരാർത്ഥം മാത്രം എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് നമ്മൾ വലിയ ചിത്രവുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഈ മാറ്റം വളരെ ഗൗരവമുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കാം. ഓഹോ. നമ്മൾ 3-ാമത്തെ വരിയിൽ കണ്ട ആ പൊതുവായ ഇരുട്ടിൽ നിന്ന് ഇപ്പോൾ വളരെ കൃത്യവും ബോധപൂർവവുമായ ഉപദ്രവങ്ങളിലേക്ക് വിഷയം മാറുകയാണ്. കെട്ടുകളിൽ ഊതുക എന്നത് പ്രാചീനകാലത്തെ ക്ഷുദ്രപ്രയോഗങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കാകാം. എന്നാൽ ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണ്? എന്തായിരിക്കും? ഒരു കെട്ട്, അതായത് ഒരു നോട്ട്,
എന്താണ് ചെയ്യുന്നത്? അത് സ്വാഭാവികമായ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു, കുരുക്കുകളുണ്ടാക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇതിന്റെ പ്രസക്തി നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായി വന്നു കുരുക്കുകൾ ഉണ്ടാക്കുന്നവരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മൾ നേരിട്ട് കാണാത്ത എന്നാൽ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢാലോചനകൾ. നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസുകളിലെ പൊളിറ്റിക്സ് പോലെയോ? അതെ അതെ. നമ്മളോട് വളരെ സ്നേഹത്തിൽ ചിരിച്ചു സംസാരിക്കുകയും എന്നാൽ ബോസിന്റെ മുന്നിൽ പോയി നമ്മുടെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില സഹപ്രവർത്തകരുണ്ടാകില്ലേ? അവരുണ്ടാക്കുന്ന ആ അദൃശ്യമായ തടസ്സങ്ങൾ ഒരുതരം കെട്ടുകളാണല്ലേ? അതെ, കൃത്യമായി അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇരുട്ടിനെ ഭയക്കുന്നു, അതൊരു പൊതുവായ ഭയമാണ്. എന്നാൽ അതിനേക്കാൾ ഭയാനകമല്ലേ ആ ഇരുട്ടിൽ ഒളിഞ്ഞിരുന്ന് ഒരാൾ നിങ്ങൾക്കെതിരെ ബോധപൂർവം കുഴികൾ തോണ്ടുന്നത്? തീർച്ചയായും അതൊരു ഒളിപ്പോരാണ്. അതെ, ഹിഡൻ മാലിസ് എന്നു പറയാം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, ബിസിനസ്സുകളിലെല്ലാം ഇത്തരം കെട്ടുകൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. വ്യാജമായ ആരോപണങ്ങൾ, പിന്നിൽ നിന്നുള്ള കുത്തുകൾ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന അദൃശ്യരായ ശത്രുക്കൾ, ഇവരെല്ലാം ഈ കെട്ടുകളിൽ ഊതുന്നവർ തന്നെയാണ്. ശരിയാണ്. ഇതിലെ ഏറ്റവും വലിയ തിന്മ എന്തെന്നാൽ നിങ്ങൾക്ക് ഈ കുരുക്കുകളെ കാണാൻ കഴിയില്ല എന്നതാണ്. നിങ്ങളതിൽ തട്ടി വീഴുമ്പോൾ മാത്രമാണ് അങ്ങനെയൊരു കെട്ടവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് തന്നെ. അതുകൊണ്ടാണ് ഈ അദൃശ്യമായ ബോധപൂർവമുള്ള ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നത്. അപ്പോ ഇതിന്റെല്ലാം അർത്ഥമെന്താണ്? നമ്മൾ തുടങ്ങിയത് പ്രപഞ്ചത്തിലെ വലിയ കാര്യങ്ങളിൽ നിന്നാണ്. സൃഷ്ടിയിലെ തിന്മകൾ, പിന്നെ ചുറ്റും വ്യാപിക്കുന്ന ഇരുട്ട്, അതിനുശേഷം നമ്മളെ ലക്ഷ്യം വെച്ചുള്ള രഹസ്യമായ ഉപദ്രവങ്ങൾ. ഈയൊരു ക്രമം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അവസാനത്തെ 5ാമത്തെ വരിയിലേക്കാണ്. ആ വരി ഇതാണ്: അസൂയാലു അസൂയപ്പെടുമ്പോഴുള്ള അവന്റെ തിന്മയിൽ നിന്ന്. എനിക്കിവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. എന്താണ്? പ്രപഞ്ചത്തിലെ തിന്മകൾ, അജ്ഞാതമായ ഇരുട്ട്, ഗൂഢാലോചനകൾ എന്നിവയൊക്കെ നമ്മൾ സംസാരിച്ചു. അതൊക്കെ വളരെ ഭയാനകമായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് വെറുമൊരു അസൂയയിലാണോ? ഇതൊരു സാധാരണ മാനുഷിക വികാരമല്ലേ? പ്രപഞ്ചത്തിലെ വലിയ തിന്മകളിൽ നിന്ന് തുടങ്ങി ഇത്രയും ചെറിയൊരു വികാരത്തിൽ ഇത് അവസാനിക്കാൻ കാരണമെന്താണ്? ഇത് കേവലം ഒരു അവസാനമല്ല, മറിച്ച് ഇത് ഈ പാഠഭാഗത്തിന്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ആണ്. ഓ, ക്ലൈമാക്സ്? അതെ, ഈ വാക്യങ്ങളുടെ ഘടനയിലെ ഏറ്റവും അത്ഭുതകരമായ ക്രമം അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും വിശാലമായ ഒന്നിൽ നിന്ന് തുടങ്ങി അത് ക്രമേണ ചുരുങ്ങി ചുരുങ്ങി മനുഷ്യന്റെ ഏറ്റവും ഉള്ളിലേക്ക്, അവരിലെ ഇരുട്ടിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് അസൂയയെ ഇത്ര വലിയൊരു തിന്മയായി കണക്കാക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? നമ്മൾ ഇതിനു മുൻപുള്ള വരിയിൽ ചർച്ച ചെയ്ത കെട്ടുകളിൽ ഊതുന്നവരെ, അതായത് രഹസ്യമായി ഉപദ്രവിക്കുന്നവരെ ഒന്ന് ഓർത്തു നോക്കൂ. ഒരാൾ എന്തിനാണ് നിങ്ങളെ രഹസ്യമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? അതിനു പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? ശരിയാണ്. അവർക്ക് നമ്മളോട് എന്തെങ്കിലും തരത്തിലുള്ള അസൂയ ഉണ്ടാകുമ്പോഴാണ് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കൃത്യം. അപ്പൊ ആ രഹസ്യമായ ഉപദ്രവങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം അസൂയയാണ്. നമ്മളുടെ വളർച്ചയോ സന്തോഷമോ വിജയമോ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സഹിഷ്ണുത. അസൂയയില്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കണമെന്ന തോന്നൽ ഉണ്ടാകില്ലല്ലോ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. അസൂയ എന്നത് ഒരു വെറും തോന്നലല്ല, അതൊരു വിനാശകരമായ മാനസികാവസ്ഥയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ജലസി എന്നും എൻവി എന്നും പറയാറുണ്ടല്ലോ. ഉണ്ട്. ജലസി എന്നാൽ മറ്റൊരാൾക്കുള്ളത് എനിക്കും വേണം എന്ന ആഗ്രഹമാണ്. അതൊരുപക്ഷേ ചിലപ്പോൾ നമ്മളെ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ എൻവി, അതായത് നമ്മളിവിടെ പറയുന്ന അസൂയ എന്നത് തികച്ചും വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ്? മറ്റൊരാൾക്കുള്ളത് എനിക്കു വേണമെന്നല്ല, മറിച്ച് അത് അവനുണ്ടാകാൻ പാടില്ല, അത് അവനിൽ നിന്ന് നശിച്ചു പോകണം എന്ന ദുഷിച്ച ചിന്തയാണത്. ഈ അസൂയ ഒരു ക്യാൻസർ പോലെയാണ്. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പ്രേരിപ്പിക്കുന്നതിനു മുൻപ് തന്നെ അസൂയപ്പെടുന്നവന്റെ സ്വന്തം മനസ്സിനെയും സമാധാനത്തെയും അത് കാർന്നു തിന്നുന്നു. ഭയങ്കരം തന്നെ. അതെ, അവനവന്റെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നതിന് പകരം എപ്പോഴും മറ്റുള്ളവരുടെ പരാജയം ആഗ്രഹിക്കുന്ന ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അത് മനുഷ്യനെ കൊണ്ടുചെല്ലുന്നു. അതെ, ആരെങ്കിലും നമ്മളോട് ശരിക്കും അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അവർ എന്ത് ദ്രോഹവും ചെയ്യാൻ മടിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അവരുടെ മനസ്സിനുള്ളിലെ ആ ഇരുട്ട് വളരെ ഭയാനകമാണ്. നമ്മുടെ സ്വന്തം സ്രോതസ്സുകളായ ഈ 5 വരികൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എത്ര വലുതാണല്ലേ? തീർച്ചയായും. ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള എന്തോ ഒന്നല്ല, മറിച്ച് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന
ഒരുപക്ഷെ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരാളുടെ ഉള്ളിലെ ആ അസൂയയാണ്. അതാണ് ഏറ്റവും വലിയ ഇരുട്ട്. അതെ. കേൾവിക്കാരനായ ദ ലേണറോട് എനിക്ക് പറയാനുള്ളതിതാണ്. നമ്മളിന്ന് നടത്തിയ ഈ ആശയയാത്ര ഒന്ന് തിരിഞ്ഞു നോക്കുക. വളരെ ലോജിക്കലായ ഒരു പടിപടിയുള്ള ഇറക്കമായിരുന്നു ഇത്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായ പ്രഭാതത്തിൽ തുടങ്ങി, ലോകത്തെ പൊതുവായ തിന്മകളെ അംഗീകരിച്ച്, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഭയപ്പെടുത്തുന്ന ഇരുട്ടിനെക്കുറിച്ച് മനസ്സിലാക്കി, അവിടെ നിന്നും മനുഷ്യർ രഹസ്യമായി ചെയ്യുന്ന ഉപദ്രവങ്ങളെക്കുറിച്ച് സംസാരിച്ച്, ഒടുവിൽ ഇതിനെല്ലാം കാരണമാകുന്ന മനുഷ്യ മനസ്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ തിന്മയായ അസൂയ എന്ന യാഥാർത്ഥ്യത്തിൽ നാം എങ്ങനെ എത്തിച്ചേർന്നു എന്നത് ശരിക്കും ഒരു ആഹാ മൊമെന്റ് തന്നെയാണ്. തീർച്ചയായും. ഈ 5 വരികൾ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണെങ്കിലും ഇതിലെ ആശയങ്ങൾക്ക് ഒരു കാലപ്പഴക്കവുമില്ല എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതെ, വളരെ പ്രസക്തമാണ്. അജ്ഞാതമായതിനോടുള്ള ഭയങ്ങൾ, രഹസ്യമായ ഉപദ്രവങ്ങൾ, മനുഷ്യസഹജമായ അസൂയ എന്നിവ ഇന്നത്തെ ഈ ആധുനിക യുഗത്തിലും മനുഷ്യൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. മനുഷ്യന്റെ മനഃശാസ്ത്രത്തെയും അവരുടെ സഹജമായ ഭയങ്ങളെയും ഇതിലും ലളിതമായും എന്നാൽ ഇത്രയും ആഴത്തിലും വേർതിരിച്ചു കാണിക്കാൻ മറ്റൊരു സിദ്ധാന്തത്തിനും കഴിഞ്ഞേക്കില്ല. ശരിയും. ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കി എനിക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ ചിന്ത നൽകണം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഇരുട്ടും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന നിഗൂഢമായ കെട്ടുകളും അസൂയയും എല്ലാം വളരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം നമ്മൾ സംരക്ഷണം തേടുന്നത് പ്രഭാതത്തിന്റെ നാഥനോടാണ് എന്നത് ഒരിക്കൽ കൂടി ഓർക്കുക. തിന്മകൾ എത്ര ശക്തമാണെങ്കിലും, അത് പുറത്തുനിന്നുള്ള ഇരുട്ടായാലും ഇനി മറ്റൊരാളുടെ മനസ്സിലെ അസൂയയായാലും, പ്രഭാതം ആ ഇരുട്ടിനെ നിഷ്പ്രയാസം ഇല്ലാതാക്കുന്നതുപോലെ പ്രകാശത്തിനു മുന്നിൽ ഈ തിന്മകളെല്ലാം വെറും താൽക്കാലികമായ നിഴലുകൾ മാത്രമാണ്. ശരിയാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. നമ്മൾ എപ്പോഴും അസൂയപ്പെടുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. അതെ. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഈ പറയുന്ന ഇരുട്ടും അസൂയയും എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലും ജനിക്കാറില്ലേ? നമ്മളായിട്ട് എപ്പോഴെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തിൽ അസൂയ കാരണം ഇരുട്ട് പടർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ, മറ്റൊരാളുടെ സമാധാനം കെടുത്തുന്ന ആ കെട്ടുകളിൽ ഊതുന്നവർ ഒരുപക്ഷെ നമ്മൾ തന്നെയായിരുന്നെങ്കിലോ? സംരക്ഷണം തേടുന്നതിനോടൊപ്പം നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് ഇരുട്ടാകാതിരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മളിലെ ആ ഇരുട്ടിനെയും ഒരു പുതിയ പ്രഭാതത്തിന് ഇല്ലാതാക്കാൻ കഴിയട്ടെ. ഈയൊരു വലിയ ചിന്ത നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ ഡീപ് ഡൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കൗതുകകരമായ മറ്റൊരു വിഷയവുമായി അടുത്ത തവണ വീണ്ടും കാണാം. അതുവരെ പഠിച്ചുകൊണ്ടേയിരിക്കുക.